കുട്ടികളെ കണക്കിലേക്ക് പിച്ചവെക്കാൻ പഠിപ്പിക്കുന്ന കളിപ്പാട്ടം മാത്രമായിരുന്നു ഇത്രയും കാലം നമുക്ക് അബാക്കസ് എന്ന മണിച്ചട്ടം. കൂട്ടിക്കിഴിക്കലുകൾക്കും ഗുണനഹരണങ്ങൾക്കും അബാക്കസ് രീതിക്കുള്ള കാൽക്കുലേറ്ററിനെ വെല്ലുന്ന കഴിവ് നമ്മുടെ നാട് തിരിച്ചറിഞ്ഞത് അടുത്തിടെയാണ്. എന്നിട്ടും അഖിലേന്ത്യാ അബാക്കസ് മത്സരത്തിൽ തിരുവനന്തപുരത്തെ ഒരു മിടുക്കൻ തന്നെ ട്രോഫി പിടിച്ചെടുത്തു. സരസ്വതി വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗതം വർമ്മ. 59 add 94 less 98 add 18 add 30 add 25 add 30 add 58 216. എത്ര നീണ്ട സമസ്യയെയും അടിച്ചു ബൗണ്ടറി കടത്തുന്ന കൃത്യതയും വേഗതയുമാണ് ഗൗതമിനെ ബംഗളൂരിൽ നടന്ന 11ാം ദേശീയ മെന്റൽ അരിത്തമാറ്റിക് ആൻഡ് അബാക്കസ് ചാമ്പ്യൻഷിപ്പിൽ ലെവൽ 8ന്റെ ചാമ്പ്യനാക്കിയത്. 11 വർഷത്തെ മാർക്ക് മറികടന്ന ഗൗതമിന്റെ പ്രകടനം 2ാം സ്ഥാനക്കാരനെ പോലും ബഹുദൂരം പിന്നിലാക്കി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മോളുടെ പഠിത്തം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും പൂജാമുറി എന്ന് പ്രാർത്ഥിച്ചു തന്നെ ഇരുന്നു. വലിയ ആഗ്രഹമായിരുന്നു ഗൗതത്തിന് ചാമ്പ്യൻ ആവണമെന്ന്. കൈരളി TV ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് കെ വർമ്മയുടെയും കിംസ് ഹോസ്പിറ്റലിലെ ആയുർവേദ കൺസൾട്ടന്റ് ബിന്ദു വർമ്മയുടെയും മകനാണ് ഗൗതം. ചേച്ചി ഗൗരി പാർവതിയാണ് ഗൗതമിന്റെ വഴികാട്ടി. ചേച്ചി ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്നെയും ചേർക്കണം എന്ന് ഇപ്പം അച്ഛനമ്മയും ചേർത്തു. അബാക്കസ് പഠിക്കുന്നുണ്ട്. സ്കൂളിൽ മാത്സ് സംസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശീലിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതിയെ മറികടക്കുക, അതാണ് ന്യൂ ജനറേഷൻ കുട്ടികളുടെ പുതിയ സ്ട്രാറ്റജി. ബ്രെയിൻ ജിം പരിശീലനം കൊണ്ട് കിട്ടിയ മികവ് കൊണ്ടാകാം ഫുട്ബോൾ, ക്രിക്കറ്റ്, ചെസ്, കീബോർഡ് പ്ലേയിങ് അങ്ങനെ പല കളികാര്യങ്ങൾ കൊണ്ട് ദിവസത്തെ നിറച്ചു വെച്ചിരിക്കുകയാണ് ഗൗതം. സ്മാർട്ട് എന്ന വാക്കിന് പുതിയ നിർവചനം നൽകുന്ന പുതുതലമുറയുടെ പ്രതിനിധിയായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.